ഓൾ ഇന്നും ഞാനൊരു നല്ല അടിപൊളി റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ സ്പെഷ്യൽ റെസിപ്പി എന്ന് പറയുന്നത് ഞണ്ടും കപ്പയുമാണ്. ഞണ്ടും കപ്പയും എന്ന് കേൾക്കുമ്പോൾ തന്നെ വായിൽ വെള്ളമൂറും അല്ലേ? അതാ കഴുകി വൃത്തിയാക്കിയ ഞണ്ട് കുട്ടന്മാരൊക്കെ ഇവിടെ നമ്മുടെ അടുത്ത് കിട്ടുന്നതാണ്. ജീവനോടെയാണ് നമുക്ക് ഇവയെ കിട്ടുന്നത്. ഇത് പിന്നീട് നമ്മൾ എടുത്ത് വൃത്തിയാക്കിയാണ് ചെയ്യുന്നത്. എന്തായാലും ജീവനോടെ ഇരുന്നപ്പോൾ ഇതിൻ്റെ ഫോട്ടോ എടുക്കാനോ വീഡിയോ പിടിക്കാനോ ഒന്നും എനിക്ക് പറ്റിയില്ല. കാരണം ഇവന്മാർ അക്രമാസക്തന്മാരാണ്. അപ്പോൾ ഇവന്മാരെ വളരെ സൂക്ഷിച്ച് നമ്മൾ കൈകാര്യം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ കൈയും കൊണ്ടങ്ങ് പോകും. അപ്പോൾ ഞാനിതിനെ വളരെ സൂക്ഷിച്ചാണ് എടുത്തിരിക്കുന്നത്. ഒട്ടും വൈകാതെ റെസിപ്പിയിലേക്ക് പോകാം. ഇതിനായിട്ട് ഞാൻ അത്യാവശ്യം വലിപ്പമുള്ള 4 സവാളയാണ് എടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 2 തക്കാളി, 4-5 പച്ചമുളക്, അത്യാവശ്യം ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില. ഇന്ന് ഇത്രയും സാധനങ്ങളാണ് ഇവിടെ ഇതിനായി ഈ റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത്. ആദ്യമായി ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണയൊഴിച്ച് കടുക് വറുത്ത് എടുത്തു വെച്ചിരിക്കുന്ന സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി പച്ചമുളക് ഇവയെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഉള്ളി എളുപ്പം വാടാൻ വേണ്ടിയിട്ട് ഇച്ചിരി ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കേണ്ടതാണ്. അത് എടുത്ത് വെച്ചിരിക്കുന്ന 2 തക്കാളി കുട്ടന്മാരെ അരിഞ്ഞതിലേക്ക് ഇട്ടിട്ടുണ്ട്. അങ്ങനെ തക്കാളിയും ഉള്ളിയും പച്ചമുളക്, ഇഞ്ചി ഇവയെല്ലാം കൂടെ ചേർന്ന് ഒന്ന് മൂത്ത് പരുവമായി വരുന്നിടം വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം. അടുക്കി പിടിച്ച് കരിഞ്ഞു പോകാൻ പാടില്ല. അപ്പോഴും ടേസ്റ്റ് മാറിപ്പോകും അതിൻ്റെ. അപ്പോൾ എന്തായാലും നോക്കി ഇവിടെ നന്നായിട്ട് എണ്ണയ്ക്കകത്തിൽ കിടന്ന് ഇത് നന്നായിട്ട് മൊരിഞ്ഞ് വരികയാണ്. അപ്പോൾ ഈ കൂട്ടത്തിൽ ഞാൻ കുറച്ച് പെരിഞ്ചീരകം കൂടി ഇതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ഞാൻ തയ്യാറാക്കുന്ന റെസിപ്പിയാണ് ഈ പറയുന്നത്. അപ്പോൾ എല്ലാവരും വ്യത്യസ്തമായ രീതിയിലായിരിക്കും തയ്യാറാക്കുന്നത്. വീണ്ടും ഞാൻ അതിനകത്തേക്ക് തന്നെ 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കുകയാണ്. കുരുമുളക് പൊടിയൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ കളറിനൊരു ചേഞ്ച് വരും. അതായത് കുരുമുളക് പൊടി എന്ന് പറയുന്നത് ഭയങ്കര സ്പൈസി ആണല്ലോ. അപ്പോൾ അതെല്ലാം കൂടെ ചേർന്നിട്ട് അതിനൊരു കളർ ചേഞ്ച് വരും. അപ്പോഴേക്കും അടുത്ത അടുപ്പിലേക്ക് ഞാൻ ചീനി വേവിക്കാനായിട്ട് വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ ചീനിയുടെ വെള്ളം അവിടെ നിന്ന് തിളക്കിയാണ്. ആ സമയം കൊണ്ട് ഞാനിവിടെ നമ്മുടെ മസാലക്കൂട്ട് റെഡിയാക്കുകയാണ്. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഞാൻ അതേപോലെ തന്നെ ചിക്കൻ മസാലയുടെ പൗഡറും കൂടിയാണ് ഞാൻ ഇതിനകത്ത് ചേർത്തേക്കുന്നത്. അത് എല്ലാം കൂടി ചേർത്ത് മിക്സ് ചെയ്ത് അത് ചൂടാക്കിയതിന് ശേഷം നന്നായിട്ട് അതിൻ്റെ പച്ച ചുവ മാറുന്നതിന് വേണ്ടിയിട്ടാണ് അത് ചൂടാക്കുന്നത്. അത് ചൂടാക്കിയ ശേഷം നമ്മൾ വെള്ളം ഒഴിച്ച് അതിനെ ചെറുതായിട്ടൊന്ന് കലക്കിയെടുക്കുകയാണ്. ആവശ്യത്തിന് വെള്ളമേ ഒഴിക്കാവൂ, ഒരുപാട് വെള്ളം കോരി ഒഴിക്കാൻ പാടില്ല. എന്നിട്ട് നമ്മളുടെ വെന്തിരിക്കുന്ന ഞണ്ടിനെ നമ്മൾ അതിലേക്ക് എടുത്തിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞണ്ട് അതിനകത്ത് ഇട്ടതിന് ശേഷം ഒന്ന് വഴറ്റിയെടുക്കേണ്ടതാണ്. വഴറ്റിയെടുത്തതിന് ശേഷം മാത്രമേ അത് വേവാനുള്ള വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കാനായിട്ട് പാടുള്ളൂ. അപ്പോൾ ഇവിടെ ഞണ്ട് എങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ നോക്കിയപ്പോഴേക്കും അതിനകത്തേക്ക് ഇത്തിരി വെള്ളത്തിൻ്റെ കുറവ് പോലെ തോന്നി. അപ്പോൾ ഞാൻ ആ വെള്ളം ഒഴിച്ചു കൊടുത്തു. ആവശ്യത്തിന് ഉപ്പ് നോക്കിയതിന് ശേഷം ഇത്തിരി ഉപ്പ് കൂടി വേണമായിരുന്നു. ഉപ്പിട്ട് കൊടുത്തു. ശേഷം ഇത്തിരി കറിവേപ്പില, ലാസ്റ്റ് നമ്മൾ ഒത്തിരി കറിവേപ്പില ഇടുവാണെങ്കിൽ അത് കൂടുതൽ ടേസ്റ്റ് നൽകുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ആ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി അടച്ചു വെച്ച് വീണ്ടും വേവിക്കുകയാണ്. അപ്പോഴേക്കും ഇതാ എൻ്റെ കപ്പ ഇവിടെ തിളച്ച് മറിഞ്ഞ് വരികയാണ്. കണ്ടോ, ഞണ്ട് കറി തിളയ്ക്കുന്നത് കണ്ടോ? കാണാൻ തന്നെ എന്ത് ഭംഗിയാന്ന് നോക്കി. കഴിക്കാനും നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. എല്ലാവരും പറയും ഞാൻ തന്നെ ഉണ്ടാക്കി, ഞാൻ തന്നെ ടേസ്റ്റാണെന്ന് പറയുന്നുവെന്ന്. അല്ല കേട്ടോ, ഇവിടെ കഴിച്ചവരൊക്കെയാണ് ഈ പറയുന്നത്. എന്തായാലും നോക്കിക്കേ, നമ്മുടെ കപ്പ അങ്ങനെ തിളച്ച് റെഡിയായിരിക്കുകയാണ്. ഞണ്ട് കറി ഞാൻ ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ആ സമയം കൊണ്ട് ഞാൻ ആ കപ്പയ്ക്ക് വേണ്ട ചേരുവകളൊക്കെ അരച്ചെടുത്ത് കപ്പ കുഴച്ചെടുത്തിട്ടുണ്ട്. കുഴച്ചെടുത്ത കപ്പയെ ഞാനൊരു വേറെ ഒരു പാത്രത്തിലോട്ട് എടുത്ത് വെക്കുകയാണ്. അത് നന്നായിട്ട് വേവുന്ന കപ്പയായിരുന്നു കേട്ടോ, നല്ല കപ്പയായിരുന്നു. അതിനെ ഞാനൊരു പാത്രത്തിലോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഞണ്ട് കറിയും കൂട്ടി കഴിക്കാനായിട്ട് ഞണ്ട് കറിയും ഞാൻ വേറൊരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ കപ്പയും ഞണ്ടും ഇവിടെ റെഡിയായിരിക്കുകയാണ്. വന്നോളൂ, എല്ലാവരും വന്ന് കഴിച്ചോളൂ. ഞണ്ട് കിട്ടുന്നവരൊക്കെ ഇത് ചെയ്ത് നോക്കണം കേട്ടോ, അടിപൊളി റെസിപ്പിയാണ്. ഞാനിവിടെ മല്ലിപ്പൊടി കൂടുതൽ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്കൊരു സംശയം വരാം, എന്താണ് ഇവിടെ മല്ലിപ്പൊടി കൂടുതൽ ഉപയോഗിച്ചതെന്ന്. ഞാൻ പറഞ്ഞല്ലോ, ഇത് ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ്, ഞാൻ തയ്യാറാക്കുന്ന രീതിയാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയത്. അപ്പം നിങ്ങളും ഈ രീതിയിൽ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണ്. ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് അറിയിക്കണേ. താങ്ക് യു.